പാലക്കാട്ടെ മണ്ണിൽ ഇനിയും ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് രാഹുലിനെതിരെ രേഖാമൂലം തന്നെ പരാതി സ്വീകരിച്ചതായുള്ള അറിയിപ്പും പരാതി നൽകിയ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ തുടങ്ങിയ സംവിധാനങ്ങളിൽ നിന്നെല്ലാം തുടർ നടപടി പ്രതീക്ഷിക്കാമല്ലോ അരുണാലത്തൂർ? തീർച്ചയായിട്ടും ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ പരാതി നൽകിയ ആളുകൾക്കും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതൊരു ഈ സംഭവം ഒരു MLA ആണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഒരു കാര്യം. രണ്ടാമത് MLA മാത്രമല്ല, ആര് ചെയ്താലും ഇത്തരം പ്രവർത്തികൾ അത് നമ്മുടെ നിയമ സംവിധാനത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. തീർച്ചയായും ഇതൊരു കൃത്യമായൊരു കുറ്റമാണ് എന്നുള്ളതാണ്. നിർബന്ധിത ഗർഭചിത്രം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്ത് ഉള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയോട് ഈ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നത്. ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ ആ യുവതി കൃത്യമായിട്ട് എടുത്തു പറയുന്നു, തനിക്ക് ഈ നിർബന്ധിതമായി ഗർഭചിത്രം നടത്തുന്നതിന് താല്പര്യമില്ല, ഗർഭചിത്രം നടത്തുന്നതിന് താല്പര്യമില്ല എന്നുള്ളത് യുവതി ആവർത്തിച്ച് പറയുമ്പോഴും പലതരത്തിൽ ആ യുവതിയെ മാനസികമായിട്ടും മറ്റുമൊക്കെ സംഘർഷത്തിലാക്കാനും ഒപ്പം ആക്രമിക്കുമെന്നുൾപ്പെടെ അസഭ്യം ഉൾപ്പെടെ പറയുന്നു ഈ പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ സന്ദേശത്തിൽ എന്നുള്ളത്. അത് എത്രമാത്രം ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ആദ്യമായിട്ടല്ല ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി യുവതികളുടെ വാട്സപ്പ് ചാറ്റുകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ചാറ്റുകൾ, കൂടാതെ മറ്റ് ടെലഗ്രാമും അതുപോലെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി സംസാരിച്ചത് എന്നുള്ള രേഖകളും മറ്റും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ വളരെ മോശമായി, വളരെ അശ്ലീലം നിറഞ്ഞ തരത്തിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക, ഈ MLA സ്ഥാനത്ത് നിന്ന് മാറുക എന്നുള്ളത് പാലക്കാട്ടെ ഓരോ ജനതയുടെയും പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ ഷാഫി പറമ്പിൽ എന്ന മുൻ MLA അവതരിപ്പിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ ജനതയുടെ മുന്നിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇത് തനിക്ക് വേണ്ടിയുള്ള വോട്ട് കൂടെയാണ്, തൻ്റെ കുഞ്ഞനുജനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ കൊണ്ടു നടന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓരോ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ മുന്നിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷെ അങ്ങനെ അവതരിപ്പിച്ച ഒരു വ്യക്തി, ആ വ്യക്തി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. MLA ആയി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ കൂട്ടുപിടിച്ചാണ് വിജയമെങ്കിൽ പോലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതോടുകൂടെ പാലക്കാടിൻ്റെ MLA ആയി കഴിഞ്ഞു, പാലക്കാട്ടെ എല്ലാ ജനങ്ങളുടെയും MLA ആയി കഴിഞ്ഞു. അങ്ങനെ MLA ആയി ഈ നാടിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന വ്യക്തി സ്ത്രീ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള, ഒരുപാട് സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റം ഏതായാലും പാലക്കാട്ടെ ഓരോ വോട്ടർമാരെയും വളരെയധികം ഞെട്ടിക്കുന്ന കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റിയപ്പോൾ പോലും പ്രധാനമായിട്ടും ഓരോ പാലക്കാട്ടെ വോട്ടർമാരും പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറുന്നതും മാറാത്തതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ MLA ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള MLAയുടെ മുന്നിൽ ഒരു സ്ത്രീ എങ്ങനെ പോകും? ഒരു വോട്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരെ ജയിപ്പിച്ചു ഒരു വോട്ടറായിട്ടുള്ള സ്ത്രീ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയോട് എങ്ങനെ പോയി ഒരു കാര്യം പറയും എന്നുള്ളത് സ്വാഭാവിക ചോദ്യമാണ് പാലക്കാട്ടെ ജനങ്ങൾ പലരും ചോദിച്ചത്. ഏതായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും MLA സ്ഥാനം രാജിവെക്കാൻ ഇതുവരെ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതേസമയം തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്താൻ പോകുന്നു എന്ന് പറയുന്നു, പിന്നീട് അത് മാറ്റിവെക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി സമ്മർദ്ദത്തിലായിരിക്കുകയാണ് രാഹുൽ മൂലം. അതേസമയം തന്നെ രാഹുലിനെ എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നില്ല എന്നുള്ളതും വലിയ ചോദ്യമാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് അതിലൊക്കെ ഒരു വ്യക്തതയിലേക്ക്, കോൺഗ്രസിന്റെ ഉള്ളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദ്, തീർച്ചയായും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ സമ്മർദ്ദം വളരെ ശക്തമാണ്. എന്തായാലും തൽക്കാലം രാജിവെക്കാതെ പിടിച്ചു നിൽക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. പക്ഷേ രാഹുലിനെതിരെ രേഖാമൂലം തന്നെ പാലക്കാട്ട് മഹിളാ മോർച്ച പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ.